അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. തീർച്ചയായിട്ടും. മതി 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 പിന്നെ പറയാം ഇനി ഇദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാണ് മാറ്റണത്? ഗവൺമെൻറ്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെൻറ്റുകൾ. കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെൻറ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെൻറ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. അതിപ്പോൾ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. തീർച്ചയായിട്ടും. മതി പിന്നെ പറയാം ഇനി ഇദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കണ്ട് ഏകദേശം ഒരു 15-20 മിനിറ്റോളം അദ്ദേഹത്തോടൊപ്പം സൗഹൃദ സംഭാഷണം കഴിഞ്ഞ് തിരികെ പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അദ്ദേഹത്തെ ഒരു നല്ല സുഹൃത്ത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ് വീടിനുള്ളിൽ നടന്നത്. അവരുടെ രണ്ടുപേരുടെയും പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അധികം ഒന്നും മീഡിയയോട് സംസാരിച്ചില്ലെങ്കിൽ പോലും നിയുക്ത മുഖ്യമന്ത്രി കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു തീർക്കാൻ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്തു തീർക്കും. കേരളത്തിനായി ഇനിയും കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ചെയ്യാനുണ്ട് എന്നാണ്. ആശംസ അർപ്പിക്കാനുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. 10 വർഷത്തോളം കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പറയാൻ ശിവനും ശക്തിയും എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു സാഹചര്യത്തിൽ. കാരണം കസേര മാത്രമേ മാറിയിട്ടുള്ളൂ, വ്യക്തികൾ മാറിയിട്ടില്ല. പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി പ്രതിപക്ഷ പദത്തിലേക്കുമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളം പ്രതീക്ഷിച്ച പോലെ കരുത്തരായ 2 പേർ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും. ഇനി ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ കേരളത്തിനൊരു മാറ്റം അല്ലെങ്കിൽ കേരളത്തിന്റെ വികസന മാതൃകയിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവരുടെ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കണം. ഇനി നേരെ പോയിരിക്കുന്നത് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി പോയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്കാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല രാവിലെ വസതിയിലേക്ക് വന്നിട്ടും വേഗം തന്നെ തിരിച്ചു പോയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് പോയത്.